എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇലയിൽ പൊതിഞ്ഞ മീനാണ്. ഇലയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ 2 വറ്റ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വറ്റ ഇലയിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കുകയാണ്. ഇത് കുട്ടനാട്ടിൽ മാത്രം കണ്ടുവരുന്ന, എല്ലായിടത്തും ഉണ്ട് ഇപ്പം, എങ്കിലും കുട്ടനാട്ടിൽ കണ്ടുവരുന്ന ഷാപ്പുകളിൽ ചെയ്യുന്ന അതേ രീതിയിലാണ് ഞാനും ഇവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം 2 വറ്റയുണ്ട്. നമ്മൾ ഇതിപ്പം ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. ഇത് ഞാനൊന്ന് വരഞ്ഞ് എടുക്കുക. ഇങ്ങനെ വരഞ്ഞെടുക്കണം. അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മസാല അതിൻ്റെ ഉള്ളിൽ പിടിക്കത്തില്ല. ചെറുതായിട്ടിങ്ങനെ വരഞ്ഞ് എടുക്കുക. ഇങ്ങനെ ഇത് വരഞ്ഞിട്ടുണ്ട്. അടുത്ത മീനും നമ്മൾ എടുത്തിട്ട് വരാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ സാവധാനം വരയുക. മീന് നല്ലതായിട്ട് വരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്, പല രീതിയിൽ നമുക്ക് മസാല പുരട്ടാം. ഇവിടെ ഞാൻ ഒരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇത് റെഡ് ചില്ലിയാണ്. 1 സ്പൂണ് റെഡ് ചില്ലി, ഒരു ചെറിയ സ്പൂണ് ഉപ്പ്. ഉപ്പ് നമുക്ക് പിന്നെ ആവശ്യത്തിന് ഇടാം, അത്ര ഉപ്പിട്ടാൽ മതി. ലേശം മഞ്ഞൾ, കുരുമുളക്, ഒരു 3/4 സ്പൂണ് കുരുമുളക് നമ്മളിട്ടിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. ഇത് മീൻ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ പ്രത്യേകം മസാല ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിന് വേണ്ടി മാത്രമുള്ള മസാലയാണ്. ചില ആളുകളൊക്കെ ആണെങ്കിൽ മീനിൻ്റെ പുറത്ത് തന്നെ മസാല ഇടും. ഞാനിത് ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലത് ഇത് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു അരനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കണം. നാരങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീനെടുത്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാൻ നോക്കണം. Look up at this girl like, let me get my words right. If she take me with you, then we going down like Suge Knight. I got a plan, you take your bag like that, then we gon' hit that gas. ഇനി അതിലൊന്ന് ഇങ്ങനെ ഒന്ന് ഒരച്ചങ്ങ് എടുക്കാം. അപ്പം കറക്റ്റായിട്ട് അതിലങ്ങ് തേച്ച് പിടിക്കും. അപ്പം മറ്റേ മീനൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിൽ ഒന്ന് നമ്മൾ 2 മീനും കറക്റ്റായിട്ട് ഈ ലെവലിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇതിനെ ഒന്ന് വെക്കണം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. മീന് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള പേസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ് നമ്മൾ. അതിനുവേണ്ടി ഒരു ഗ്രീൻ ചില്ലി, ഒരു 1/2 സ്പൂണ് കുരുമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, 4 അല്ലി മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിയാപ്പില,
ലേശം മഞ്ഞൾ, കാശ്മീരി ചില്ലിയാണ് ഒരു 2 സ്പൂണ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ 2 രീതിയിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകിൽ ഇത് നേരിട്ടൊന്ന് മീനിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ചില ആളുകൾ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പേസ്റ്റ് ആക്കിയിട്ട്, ഈ പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്ത് ഒഴിക്കണം, 1/2 സ്പൂണ് വെളിച്ചെണ്ണ. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ലെവലിൽ അരച്ചാൽ മതി. അടുത്തായിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ മതി. പിന്നെ വീണ്ടും നമ്മൾ ഇലക്കകത്ത് വെച്ചിട്ട് ഇത് വേവിക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഷാപ്പ് കറി എന്ന രീതിയിലാണ് ഇന്നത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ മീനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനിപ്പം ഒരു മീനെ എൻ്റെ അകത്ത് ഇടുന്നുള്ളൂ. ഇതൊരു 5 മിനിറ്റ് ഒരു സൈഡ് വെച്ചിട്ട് വേവിച്ചാൽ മതി. നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യവുമില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. പാനിലാണെങ്കിൽ 2 മീനും, ഇതൊരു മീഡിയം മീനായിരുന്നു, അതുകൊണ്ട് 2 മീനും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 മീനും ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത്രയും അത് വെന്താൽ മതി. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തൂടെ 5 മിനിറ്റ് വെന്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. മീൻ 2 വശവും മൂത്തിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ അങ്ങ് മൂക്കണ്ട. കാര്യം നമ്മളിനി വീണ്ടും വേവിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ഇല കിട്ടി, പക്ഷേ അത്ര നല്ല ഇലയല്ല. ഇലയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഇല കിട്ടും, നമുക്ക് അയ്യത്ത് പോയിട്ട് ഇല പറിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടിയ ഇല വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനിയും ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റുകയാണ്. നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഫിഷ് റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്ന മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ മുമ്പേ ഫിഷ് എടുത്ത അതേ ബാക്കി വന്ന എണ്ണയിൽ തന്നെ നമുക്ക് എടുക്കാം. ചില ആളുകൾക്ക് അത് ഇഷ്ടമല്ല, പക്ഷേ അത് ഓക്കെ, അതിൻ്റെ എല്ലാം അത് ഇറങ്ങി വന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു 1.5 സവാള, സാധാരണയായിട്ട് ചെറിയുള്ളിയാണ് ഇടുന്നത്. ചെറിയുള്ളി ആകുമ്പം അതിനൊരു ചെറിയൊരു എരിയുണ്ട്, ഇതിന് ചെറിയ സ്വീറ്റ്നെസ് കാണും. ചെറിയുള്ളി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ സവാളയാണ് ഇടുന്നത്. സവാളയും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കണം.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതപ്പം പെട്ടെന്ന് അതൊന്ന് റെഡിയായി വരും. ഉള്ളി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പേസ്റ്റ്, എല്ലാം അരച്ച പേസ്റ്റ് നമ്മൾ ഒഴിക്കണം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ഒരു 1.5 തക്കാളി ഉണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മളത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഗ്രേവി ഇട്ടിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വാട്ടാം. ഓൾറെഡി ചൂടുണ്ട് സ്റ്റൗവിൽ, നമ്മളത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ട് വാട്ടിയില്ലെങ്കിൽ നമുക്കിത് മീനിനകത്ത് വെച്ചിട്ട് കെട്ടിവെക്കാൻ പറ്റത്തില്ല. അടുത്തായിട്ട് നമ്മൾ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക, ഒരു വാഴയിൽ നിന്ന് വാഴയില എടുത്തു മീൻ പെട്ടെന്ന് എടുത്ത് മീൻ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ വാഴയില കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അത്ര നല്ല വാഴയില അല്ല എങ്കിലും ആദ്യം വാഴയില നമ്മൾ ഒരില വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഇലയും കൂടെ, ഒരു ചെറിയൊരു ഇലയുടെ പീസ് കൂടെ വെക്കണം. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് കൂടുതൽ മസാല വേണ്ട. ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഉടനെ കൂടുതൽ മസാല വെക്കും. പക്ഷേ കൂടുതൽ മസാല വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റി അല്ല. അപ്പം നമുക്ക് ഇത്രയും മസാല മതി. ആ മസാല വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഫിഷ് വെക്കണം. വീണ്ടും നമ്മൾ മസാല അതിൻ്റെ പുറത്ത് വെക്കണം. ഫുള്ള് ഫില്ല് ചെയ്ത് അത് മസാല വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് കെട്ടി നമുക്ക് 5 മിനിറ്റ് ഒരു വശം വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഇല എങ്ങനെയാണ് മടക്കുന്നത് നമുക്ക് നോക്കാം. ഈ 2 വശം ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗവും നമ്മൾ വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം അടച്ചിട്ട് ഈ ഭാഗത്തും നമുക്ക് അടയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചണം കൊണ്ടോ വാഴയിലയുടെ നാര് കൊണ്ടോ നമുക്ക് കെട്ടിവെക്കാം. രണ്ട് ഭാഗവും നീറ്റായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കാര്യം അത് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഫിഷ് ഒന്ന് അമർത്തി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വേവിക്കണം. അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് വീണ്ടും 5 മിനിറ്റ് വേവിക്കണം. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം. സൂക്ഷിച്ചൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് അമക്കി കൊടുക്കണം. അപ്പോൾ ആ ഗ്രേവി എല്ലാം മീനിൽ നല്ലതായിട്ട് പിടിക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് 2 ഭാഗവും
ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു പാത്രത്തിലോട്ട്, നല്ല ചൂടാണ്, സൂക്ഷിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഗ്ലാസ് പാത്രമായിരിക്കും നല്ലത്. നമുക്ക് അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഷാപ്പിൽ കിട്ടുന്നത് അല്ലെങ്കിൽ കടകളിൽ കിട്ടുന്നതായിട്ടുള്ള സെയിം സാധനമാണ് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. മീൻ കാറ്റഗറിയിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇലയിൽ പൊള്ളിച്ച മീൻ. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. സൂക്ഷിച്ച് തുറന്ന് നോക്കണം. നല്ലതായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം, കറക്റ്റായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചാൽ മതി. നാരങ്ങ ഒഴിക്കാം. എന്നിട്ട് നല്ല ചൂടാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൈകൊണ്ട് കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. നല്ല ചൂടാണ്, കൈകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും അതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സൈക്കിളിലൊക്കെ നിങ്ങളത് ഫോർവേഡ് ചെയ്തിട്ട് എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇനി നല്ലൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട്. ബിക്കോസ് എല്ലാവരും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻ്റ് അയക്കുന്നുണ്ട്, എല്ലാം അയക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ വണക്കം. സൈനിങ് ഓഫ്, അനൂസ് കിച്ചൺ. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണ്. നമുക്ക് വെളിയിൽ ഹോട്ടലിലോ ഷാപ്പിലോ കിട്ടുന്ന അതേ രുചിയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. സൈനിങ് ഓഫ് ഫ്രം അനൂസ് കിച്ചൺ.